സിസ്റ്റർ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിച്ചൊരു വിഷയം ആയിട്ട് ഒരു ചെറിയ ബന്ധം മുമ്പ് ബ്രദർ സംസാരിച്ച വിഷയത്തിനുണ്ടായിരുന്നു. പലപ്പോഴും വിശ്വാസികൾക്ക് അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് മൊത്തത്തിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു പുതുവഴിയെ പറ്റി വലിയ ധാരണയില്ലായ്മയാണ്. ഒരു പുതിയ ജീവിതത്തെ സംബന്ധിച്ച് വലിയ ധാരണയില്ലായ്മ പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഉപദേശം കേൾക്കുന്നവർക്കൊരു ധാരണയുണ്ട്, എങ്കിലും ഉപദേശം കേൾക്കുന്നുവെങ്കിലും ആ ഒരു വഴിയിൽ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ള ഒരു ബോധം പലപ്പോഴും നമുക്ക് ഇല്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എന്താണ് ഈ വഴിയുടെ പ്രത്യേകത? ബൈബിളിൽ നമുക്ക് രണ്ട് വഴികളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന് ജീവന്റെ വഴിയും മറ്റേത് മരണത്തിന്റെ വഴിയും. ദൈവം മനുഷ്യനെ ആദ്യമേ സൃഷ്ടിക്കുന്ന സമയത്ത് അവന്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻ വെച്ചു. ഒന്നെങ്കിൽ നിനക്ക് ജീവന്റെ വഴിയിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഈ നന്മ തിന്മകളുടെ വൃക്ഷഫലത്തിൽ നിന്ന് ഭക്ഷിച്ച് മരണത്തിന്റെ വഴി തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഉൽപ്പത്തിയിൽ ആ ഭാഗം ഒന്ന് കാണാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായം 8 മുതലുള്ള വാക്യം. രണ്ട് വൃക്ഷങ്ങളെ പറ്റി ആണ് പ്രധാനമായി പറയുന്നത്. ഒരുപാട് വൃക്ഷങ്ങൾ പറയുന്നുണ്ടെങ്കിലും രണ്ട് വൃക്ഷങ്ങളെ പറ്റി പ്രധാനമായി പറയുന്നു. പേരെടുത്ത് പറയുന്നു. ഒന്ന് ജീവന്റെ വൃക്ഷം, മറ്റേത് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. അപ്പോൾ ഈ രണ്ട് വൃക്ഷങ്ങളെ പറ്റി അവിടെ പറഞ്ഞിട്ട് ദൈവം അവരോട് പറയുന്നുണ്ട്, ഈ നന്മ തിന്മകളുടെ വൃക്ഷഫലത്തിൽ നിന്ന് കഴിക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവിടെ ജീവന്റെ വൃക്ഷമുണ്ട്, അവിടെ നിന്ന് അവർക്ക് ഭക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3:17 നമുക്ക് കാണാൻ കഴിയും, മനുഷ്യൻ ഈ നന്മ തിന്മകളുടെ വൃക്ഷഫലത്തിൽ നിന്ന് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 3:3 മുതലുള്ള വാക്യം. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിൽ ഉള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ലെന്ന് വെച്ചാൽ, അപ്പം ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു അല്ലെ? ആ മരണത്തിലേക്കുള്ള, അതായത് ആത്മാവിനാലുള്ള മരണമാണ് അവിടെ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് മാറുകയും അവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആ ജീവിതത്തെ മരണകരമായ ഒരു ജീവിതമായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആത്മാവില്ലാത്ത സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മനുഷ്യന്റെ ജീവിതമാണ് നമുക്ക് മരണകരമായ ഒരു ജീവിതമായിട്ട്, അല്ലെങ്കിൽ മരണം അനുഭവിക്കുന്ന ഒരു ജീവിതമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഒന്നാമത്തെ ദൈവം അവർക്ക് ആദ്യം കൽപ്പിച്ച് രണ്ട് വൃക്ഷത്തിൽ കൽപ്പിച്ചു. ഒന്ന് ജീവന്റെ വൃക്ഷവും എന്നിട്ടൊന്ന് മരണത്തിന്റെ വൃക്ഷവും ആണ് അല്ലെങ്കിൽ നന്മ തിന്മകളുടെ വൃക്ഷമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് രണ്ട് വഴിയാണ്. ഒന്ന് ജീവനിലേക്കുള്ള വഴിയും മറ്റൊന്ന് മരണത്തിലേക്കുമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പിശാച് എന്താണ് ചെയ്തത്? അവരെ ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാതെ വേണം അല്ലെങ്കിൽ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തിലേക്ക് അവരെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നും പലപ്പോഴും നമ്മുടെ ഈ ജ്ഞാനത്തിന്റെ, നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനാണ് പലപ്പോഴും പിശാച് നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്നത്. ജീവന്റെ വൃക്ഷത്തിലേക്ക് നമുക്ക് പോകാതെ കർത്താവിന്റെ ജീവന്റെ വൃക്ഷം വരാതെ നമുക്ക് കാണാൻ, പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവന്റെ വൃക്ഷം ക്രിസ്തുവാണെന്നാണ്. ഈ ക്രിസ്തുവിൽ വേരൂന്നി ബലം കായ്ക്കാൻ ആശ്രയിക്കാതെ നമ്മളുടെ ജീവിതം സ്വയത്തിൽ വേരൂന്നി ബലം കായ്ക്കാൻ, ആ നന്മ തിന്മയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാനാണ് പലപ്പോഴും നമ്മൾ ടെംപ്റ്റഡ് ആകുന്നത്. അപ്പോൾ ഇന്നും നമുക്ക് ഈ രണ്ട് വഴികൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഞാൻ അതിനു മുമ്പ് ഈ മരണത്തിന്റെ വഴികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരണത്തിന്റെ വഴിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപത്തിന്റെ പെരുക്കം ആയിരിക്കും ഉണ്ടാകുന്നത്. സംതൃപ്തിയില്ലായ്മ, അതായത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല. ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം അസംതൃപ്തിയിലാണ് ജീവിക്കുന്നത്. അവരെല്ലാം ഈ മരണത്തിന്റെ നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരിക്കലും അവരുടെ ആർത്തിയെ സംതൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും സെക്യൂരിറ്റി അന്വേഷിച്ച് പോവുകയാണ്. ഒരിക്കലും ഒരു സെക്യൂർഡ് അല്ല. അവർ സെക്യൂരിറ്റി അന്വേഷിച്ച് പോവുകയാണ്, രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ്. രക്ഷപ്പെടണം. ചെറുപ്പകാലം തൊട്ടേ കുട്ടികൾക്ക് കൊടുക്കുന്നതും മാതാപിതാക്കൾ കൊടുക്കുന്നതും, നീ വലുതായി നല്ല ജോലി വാങ്ങിച്ച് സമ്പത്തുണ്ടാക്കി നീ രക്ഷപ്പെടണം, നീ ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ ആ സെക്യൂരിറ്റി ജോലി വാങ്ങിച്ചാൽ കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നുമില്ല. അവസാനം വരെയും അവൻ ഈ പണത്തിന്റെ പുറയിൽ അല്ലെങ്കിൽ അവന്റെ പുറമേ ഉള്ള സെക്യൂരിറ്റിയുടെ പുറയിലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സംതൃപ്തി എന്ന് പറയുന്നത്
ഇല്ല ഈ ഒരു മരണകരമായ ജീവിതത്തിന്, അല്ലെ ഈ മരണത്തിന്റെ വഴിയിൽ, ഈ നന്മതിന്മകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ മരണകരമായ ഈ പാതയിൽ, ഈ മരണത്തിന്റെ പാതയിൽ സംതൃപ്തി എന്ന് പറയുന്നതില്ല. സ്വന്തം മോഹങ്ങളുടെ നിവൃത്തീകരണത്തിനുള്ള ഓട്ടമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വഴി ഭയങ്കര വിശാലമായിരിക്കും, മനോഹരമായിരിക്കും, പക്ഷെ സംതൃപ്തി കാണത്തില്ല. സ്വന്തം മോഹങ്ങളുടെ പുറയിലുള്ള ഓട്ടമായിരിക്കും ഈ വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സദൃശവാക്യങ്ങൾ അതിന്റെ 14-ാം അധ്യായം 12-ാമത്തെ വാക്യം, മനുഷ്യന് ചൊവ്വായി തോന്നും. മനുഷ്യന്റെ വഴി ചിലപ്പോൾ ഒരു വഴി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യന്റെ വഴിയാണ്. അതിന്റെ അവസാനമോ മരണ വഴികൾ എത്രയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൽ എപ്പോഴും ചൊവ്വായി തോന്നുന്നത് എന്താണെന്നറിയാവോ? ഈ മരണവഴിയാണ്. നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് ഈ മരണവഴിയാണ്. എപ്പോഴും നമുക്ക് റീച്ചബിൾ ആയിരിക്കുന്നതും നമുക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്നതും ഈ മരണവഴിയാണ്. കാരണം നമ്മുടെ ജഡത്തിനനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നമുക്ക് റീച്ചബിൾ ആയിരിക്കുന്നത്. പെട്ടെന്ന് ഈ ലോകവും നമ്മുടെ ജഡത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് നമുക്ക് ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ജീവിക്കാൻ പെട്ടെന്ന് വിശാലമായിരിക്കും, അല്ലെ സുഖമായിരിക്കുന്നത് എന്താണ്? ഈ വിശാലമായ വഴി, അല്ലെ മരണത്തിന്റെ വഴിയാണ്. പക്ഷെ അതിന്റെ അവസാനം എന്താണ്? മരണമാണ്. അതിന്റെ അവസാനം മാത്രമല്ല, അതിന്റെ ഓരോ നാളുകളും മരണമാണ്. സെക്യൂരിറ്റി ഇല്ലാത്ത ജീവിതമാണ്. ഓരോ ദിവസവും സെക്യൂരിറ്റി അന്വേഷിച്ചുള്ള ജീവിതമാണ്. അതുപോലെ തന്നെ ഈ ജീവിതത്തിന്റെ പ്രത്യേകത, ഈ ജീവിതം ഒരു മത്സരത്തിൽ വേരൂന്നിയുള്ള ജീവിതമാണ്. എങ്ങനെയും കൂടുള്ളവരിൽ നിന്നും സെൽഫ് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ സെക്യൂർഡ് ആകണം, മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആകണം എന്നുള്ളതായിരിക്കും. ഈ ഒരു പാതയിൽ നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എത്രത്തോളം നമ്മുടെ സഹോദരനെ സ്നേഹിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തത്? ഈ മരണത്തിന്റെ പാതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതമാണ് ജീവിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും സഹോദരനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. കർത്താവിന്റെ ഈ പറയുന്ന ജീവന്റെ വഴിയിൽ അല്ലെങ്കിൽ നീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഈ പാതയിൽ ജീവിച്ചിട്ട്, അല്ലെങ്കിൽ മരണകരമായ ഈ പാതയിൽ, ഈ വഴിയിൽ സഞ്ചരിച്ചിടത്തോളം കാലം കർത്താവിന്റെ ജീവന്റെ നീതിയുടെ നിവൃത്തീകരണം ഒന്നും നമ്മുടെ ലൈഫിൽ നടക്കത്തില്ല. ഒരു പ്രോഗ്രസ്സും ഉണ്ടാകത്തില്ല. നമ്മൾ നമ്മുടെ പ്രശ്നത്തിലും പ്രതികൂലത്തിലും ആയിരിക്കും എല്ലാ ദിവസവും. നമുക്ക് സഹോദരനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മരണകരമായ ഒരു വഴിയിൽ സഞ്ചരിച്ച കയീൻ എന്താണ് സംഭവിച്ചത്? സ്വന്തം സഹോദരനെ കൊല്ലുകയല്ലേ ചെയ്തത്. അപ്പോൾ സ്വന്തം ജീവന്റെ പുറകിൽ പോകുന്നവരെല്ലാം ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാപ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ സഹോദരനോടുള്ള മത്സരം തന്നെയാണ്. അപ്പോൾ അത് വേറൊരു വിഷയമാണ്, ഞാനത് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് വഴി, ഈ പാപത്തിന്റെ വഴിയുടെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ മരണത്തിന്റെ വഴിയുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. പാപത്തെ പെരുക്കുന്നതാണ്, സംതൃപ്തിയില്ലായ്മയാണ്, ദൈവമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല, സ്വന്തം മോഹങ്ങളുടെ പുറകിലുള്ള ജീവിതമായിരിക്കും, വിശാലമായിരിക്കും, പക്ഷെ അവസാനം മരണമായിരിക്കും. ജീവന്റെ വഴിയുടെ പ്രത്യേകത ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലായിരിക്കും സംതൃപ്തി. ദൈവം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംതൃപ്തിയായിരിക്കും, ആത്മാവിലുള്ള സംതൃപ്തിയായിരിക്കും, നിത്യതയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംതൃപ്തിയായിരിക്കും ഉള്ളായിരിക്കും. അത് ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. മത്സരം ഉളവാക്കുന്നതല്ല. ഈ ജീവന്റെ വഴിയിലുള്ള ഈ ഓട്ടം മത്സരം ഉളവാക്കുന്നതല്ല. അപ്പോൾ പാപത്തെ പെരുപ്പിക്കുന്നതല്ല, പാപത്തെ വർദ്ധിപ്പിക്കുന്നതല്ല. ദൈവമായിട്ടുള്ള സമാധാനം കാണും. പക്ഷെ വഴി എന്തായിരിക്കും? ഇടുങ്ങിയതായിരിക്കും, വിശാലമായിരിക്കില്ല, ഇടുങ്ങിയ വഴിയായിരിക്കും. സങ്കീർത്തനം അതിന്റെ 16-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിന്റെ വലതുഭാഗം സന്തോഷത്തിന്റെ എന്തുണ്ടായിരിക്കും എന്നാ പറഞ്ഞത്? പരിപൂർണത ഉണ്ടായിരിക്കും, പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങൾ, ജോയ്, ഫുൾനെസ് ഓഫ് ജോയ്, ദൈവത്തിന്റെ സംതൃപ്തി, സന്തോഷം, അതിന്റെ നിറവ് എന്നും ഉണ്ടായിരിക്കും. അതാണ് ഈ ആത്മാവിലുള്ള അല്ലെങ്കിൽ ഈ ജീവന്റെ വഴിയിലുള്ള പ്രത്യേകത. അത് ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ഗോഡ് സെന്റേഡ് ആയിരിക്കും. എന്റെ ജീവിതമായിരിക്കത്തില്ല ജീവിക്കുന്നത്. ആ ജീവിതത്തിൽ എനിക്ക് എന്നും അവന്റെ വാഗ്ദത്തങ്ങളിലും അവൻ തന്ന പ്രത്യാശയിലും അവന്റെ വചനത്തിലുമുള്ള സംതൃപ്തിയും സന്തോഷവും ഉണ്ടായിരിക്കും. ഈ ജീവിതം ഒരിക്കലും മത്സരത്തിലേക്ക് എന്നെ ലീഡ് ചെയ്യിക്കത്തില്ല, സഹോദരനോടുള്ള മത്സരത്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കത്തില്ല. ഈ ജീവിതമാണ് കർത്താവ് എന്ന് ലോകത്ത് ജീവിച്ചത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് എന്താണ് സമാധാനം? ലോകം തരുന്നത് പോലല്ല സമാധാനം എന്ന് പറഞ്ഞത്. അത് പിതാവിന്റെ ഇഷ്ടത്തിലുള്ള സമാധാനമാണ്, പിതാവിന്റെ ഇഷ്ടം നടക്കുന്നതിലുള്ള സമാധാനമാണ് കർത്താവിനുണ്ടായിരുന്ന സമാധാനം. അത് കർത്താവ് ഈ ജീവന്റെ വഴിയിലാണ് ഓടിക്കൊണ്ടിരുന്നത്. കർത്താവ് എന്നിട്ട് പറഞ്ഞു, ഈ വഴിയിലാണ് നിങ്ങൾ ഓടേണ്ടത് എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നിങ്ങളുടെ വഴിയും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മരണത്തിന്റെ വഴി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് നമുക്ക് അതിന്റെ മേലിൽ ഒരു പുതുവഴി കാണിച്ചു തന്നു, ജീവന്റെ വഴി നമുക്ക് കാണിച്ചു തരുന്നതാണ് കാണുന്നത്. മനുഷ്യൻ ഈ ജീവന്റെ വഴിയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് സ്വന്തം വഴിയിലേക്ക് പോകുന്നതാണ് നമുക്ക് ബൈബിളിന്റെ തുടക്കത്തിൽ
കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിലൂടെ നമ്മളെ ഈ ജീവന്റെ വഴിയിലേക്ക്, ക്രിസ്തുവിലൂടെ തന്റെ ആത്മാവിലൂടെ നമ്മളെ ആത്മാവിനാൽ ഈ ജീവന്റെ വഴിയിലേക്ക് ദൈവം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജീവന്റെ വഴിയിൽ വിശ്വാസത്താൽ നിലനിൽക്കുകയാണ് ഓരോ വിശ്വാസിയും അതിന്റെ ഓരോ ദിവസവും ഈ ജീവന്റെ വഴിയിൽ നിലനിൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സുവിശേഷത്തിന്റെ കഴിവിയാൽ നമ്മൾ ഇപ്പോൾ ഈ ജീവന്റെ വഴിയിലേക്ക് എത്തിച്ചേർന്നു ഞാൻ പറഞ്ഞുവല്ലോ. എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരിശയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയിൽ ഓടുമ്പോഴൊക്കെ നമുക്ക് ജീവൻ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ വഴിയിൽ നിൽക്കുമ്പോഴേ നമുക്ക് ജീവൻ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ, ജീവിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെ ക്രിസ്തുവിന്റെ ജീവൻ അനുഭവിക്കത്തുള്ളൂ, സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കത്തുള്ളൂ, സമാധാനം അനുഭവിക്കത്തുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം നമുക്ക് നിരാശയായിരിക്കും. നമ്മുടെ പ്രശ്നങ്ങളെ പറ്റിയുള്ളത്, നമ്മുടെ നമ്മുടെ പാപത്തെ പറ്റിയുള്ളതും എല്ലാം പറ്റിയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും മരണകരമായ വേദനകളുമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ ക്രിസ്തു തന്റെ യാഗത്തിലൂടെ ജീവന്റെ പുതുവഴി, ജീവനുള്ളൊരു വഴി, ലിവിങ് വേ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? തുറന്നു തന്നിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജീവന്റെ വഴിയെ പറ്റി ദൈവം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്ന കാര്യമാണ്. അതായത് ഞാൻ പലപ്പോഴും ഈ ജീവന്റെ വഴിയിൽ നിന്ന് തെന്നി മാറുകയും എന്റെ ഇഷ്ടങ്ങളുടെ എന്റെ ഇതങ്ങളുടെയും പുറകിൽ സഞ്ചരിപ്പിച്ചപ്പോൾ ദൈവം എന്നെ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ജീവന്റെ വഴിയിലേക്ക്, അവന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഈ പ്രതികൂലങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം ദൈവത്തിന്റെ ഒരു ബെൻഡിങ് പ്രോസസ്സാണ്. എങ്ങോട്ട്? ഈ ജീവന്റെ വഴിയിലേക്ക്, അവൻ തന്റെ ഹിതത്തിലേക്ക് എന്നെ ബെൻഡ് ചെയ്യുന്നതാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര വേദനയാണ്, പെയിൻഫുള്ളാണ്, ഭയങ്കര വിഷമമാണ്. പക്ഷെ അത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട്, ഈ ബെൻഡിങ് മനസ്സിലാകാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ വിഷമം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ ജീവന്റെ വഴിയിലേക്കാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? എത്തിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ജീവന്റെ വഴിയിൽ നമ്മൾ എത്തിച്ചേരിക്കുന്നു. പഴയതുപോലെ പിശാച് ഏദൻ തോട്ടത്തിൽ ചെയ്തതുപോലെ ഇപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നു? ഈ ജീവന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ പിശാച് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രോവബ്സിനകത്ത് ഈ സദൃശവാക്യങ്ങളിൽ ഒരു വാക്യമുണ്ട്. സദൃശവാക്യങ്ങൾ 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇതിനെപ്പറ്റി ഇല്ലായിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സദൃശവാക്യങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം കൂടെയാണ്. ഈ 5-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാവോ? ഇവിടെ ഈ പരസ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരസ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വന്തം ജ്ഞാനമാണ്, ലോകത്തിന്റെ ജ്ഞാനമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ ജീവിതം ജീവിക്കാനാണ് ലോകം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ജഡവും നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ നിനക്ക് വിക്ടറി, ഒരു നല്ല ജീവിതം ജീവിക്കാം, ഒരു ബെറ്റർ ലൈഫ് എങ്ങനെ നിനക്ക് ജീവിക്കാം. പലരും ക്രിസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ബെറ്റർ ലൈഫ് ജീവിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ബൈബിൾ അതാണോ നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ല. ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്കാണ് നമ്മളെ ലീഡ് ചെയ്യിപ്പിക്കുന്നത്. ഈ ലോകത്തിന്റെ ജ്ഞാനം എന്താണ്? അതൊരു പരസ്ത്രീയായിട്ട് ഉപമിക്കുകയാണ്. അത് ഭയങ്കര മനോഹരമാണ്, അത് കാണാൻ നല്ല രസമുള്ളതാണ്, നമ്മളെ വശീകരിച്ചു കൊണ്ടുപോകും, നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തുവാൻ ഏറ്റവും ഉചിതമാണ്. പക്ഷെ അതിന്റെ അവസാനവും എന്താണ്? മരണമാണെന്നാണ്. ആ വാക്യം ഒന്ന് വായിക്കാൻ തുടങ്ങും. അവിടെ കാലുകൾ മരണത്തിലേക്ക് ഇടർച്ചെടുത്തു. പക്ഷെ അത് ജീവിക്കുമ്പോൾ ഭയങ്കര മനോഹരമായിട്ട് തോന്നും. ഞാൻ ജീവിക്കുകയാണ്, രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിക്കത്തുള്ളൂ. ഞാൻ എന്റെ ജീവിതം ജീവിക്കുന്നു, രക്ഷപ്പെട്ടു, ഞാനിപ്പോ ഉയർച്ചയിലേക്ക് പോകുന്നു എന്നൊക്കെ വിചാരിക്കത്തുള്ളൂ. പക്ഷെ എന്റെ അവസ്ഥ എന്താണ്? മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വേണം, അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു. അവൾ ഒരിക്കലും ജീവന്റെ പാതയിലേക്ക് കടക്കത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ഈ ജ്ഞാനം ഒരിക്കലും നമ്മളെ കൊണ്ടുപോകത്തില്ല, സ്വന്തം ഇഷ്ടത്തിലേക്കേ കൊണ്ടുപോകത്തുള്ളൂ. ഈ ജ്ഞാനത്തിന്റെ പ്രത്യേകത ഒരിക്കലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ അനുവദിക്കത്തില്ല. എന്റെ ജീവിത മാർഗമായിരിക്കും ഈ ജ്ഞാനം എന്നെ പ്രേരിപ്പിക്കുന്ന മുഴുവൻ.
നിന്റെ ആണ്ടുകൾ ക്രൂരന് കൊടുക്കരുത്. നിന്റെ ആണ്ടുകൾ നിന്റെ ജീവിതത്തിന്റെ പുറകെ പോകുമ്പോൾ, ഈ ജ്ഞാനത്തിന്റെ പുറകെ പോകുമ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഗുണമില്ലാതിരിക്കുകയാണ്. ഒരു പർപ്പസും ഇല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വിട്ടുകൊടുക്കരുത് എന്നാണ് പറയുന്നത്. ജീവന്റെ മാർഗത്തിലേക്ക് നീ തിരിയണം. ഈ ജ്ഞാനം, ലോകത്തിന്റെ ജ്ഞാനം, പരിജ്ഞാനം, സ്വന്തം ജ്ഞാനം ഒരിക്കലും നിന്നെ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക്, അതാ ജഡത്തിന്റെ ചിന്തയ്ക്ക് ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴടങ്ങാൻ കഴിയത്തില്ല എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നില്ലേ? അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുവാനോ അവന്റെ ഹിതം അന്വേഷിക്കുവാനോ ഒരിക്കലും ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന് കഴിയത്തില്ല. അപ്പോൾ ഏദൻ തോട്ടത്തിൽ 2 ജ്ഞാനം ഉണ്ടായിരുന്നു. ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുള്ള ദൈവിക ജ്ഞാനത്തിലുള്ള ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വഴിയും, സ്വന്തം ജ്ഞാനത്തിലുള്ള ഒരു വഴിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഏദൻ തോട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും നമ്മളുടെ മുന്നിൽ ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾക്കുള്ള, ക്രിസ്തുവിന്റെ ജീവന്റെ വഴിയും നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കേണ്ട ഒരു വഴിയും നമ്മുടെ മുന്നിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരനോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പുള്ളി വിശ്വാസത്തിൽ വന്നിട്ട് കുറേ നാളായി. പുള്ളിയുടെ പ്രാർത്ഥനാ റിക്വസ്റ്റ് ഞാൻ കണ്ടതാണ്. ഞാൻ ആരെയും വിധിക്കുകയല്ല കേട്ടോ. അവരുടെ വിശ്വാസത്തിന്റെ ബലഹീനതയെ ഞാൻ ഒരിക്കലും കുറ്റം ചുമർത്തതല്ല. പക്ഷേ എനിക്ക് അവരുടെ പ്രശ്നങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുണ്ട്. ആ പ്രശ്നത്തെ ഞാനൊന്ന് അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളിക്ക് ഒരു കാറ് വേണം, ഇന്നോവ കാറ് വേണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയിൽ അനേക ആൾക്കാർ കടന്നു വരണം, വലിയ സഭയായി മാറണം, 200 ആൾക്കാർ ഇരിക്കുന്ന സഭയായി മാറണം, അതിന് സഭയിൽ ചെയർ വേണം, അത് വേണം, ഇത് വേണം. അങ്ങനെയുള്ള ലോകത്തിന്റെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, പുള്ളിയുടെ മോഹങ്ങൾ പുള്ളി ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ വെക്കുന്നത് ഞാനിങ്ങനെ കണ്ടു. ഗ്രൂപ്പിൽ പ്രയർ റിക്വസ്റ്റ് ആയിട്ട് വെക്കുന്നതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇപ്പോഴും ഈ ക്രിസ്തുവിന്റെ യഥാർത്ഥ വഴിയിലേക്ക് വരുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഈ ക്രിസ്തുവിന്റെ യഥാർത്ഥമായ നീഡ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആത്മീയമായ നീഡുകൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? നമുക്ക് പ്രാർത്ഥിക്കാൻ ആത്മീയമായ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിനുവേണ്ടി പുള്ളി പ്രാർത്ഥിക്കുന്നില്ല. എന്തുകൊണ്ട് ഇതിനകത്ത് വ്യവശനായി തീരുന്നു? അപ്പോൾ എനിക്ക് മനസ്സിലായാലും പുള്ളിക്ക് ഈ പറയുന്ന ജീവന്റെ പുതുവഴി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് പുള്ളി ആരും ഉപദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു വിധത്തിൽ പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പുള്ളി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ ആ പഴയ മനുഷ്യന്റെ ജീവന്റെ, ദൈവത്തിന് സ്വന്തമായ ജീവൻ അന്വേഷിക്കുന്ന ആ വഴിയിലാണ് പുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് അതിന്റെ ആവശ്യങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ ജീവന്റെ വഴിയിൽ നമ്മൾ ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം ലഭിച്ചു, നമ്മൾ കർത്താവിൽ രക്ഷ അനുഭവിച്ചു വന്നു, എന്നിട്ടും നമ്മൾ ഈ പഴയ വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. മരണകരമായ ജീവന്റെ കീഴിലാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ആ പഴയ ഓട്ടത്തിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ പാപത്തിന്റെ സ്ട്രെങ്ത് കൂട്ടത്തേ ഉള്ളൂ, അതൊരിക്കലും കുറയ്ക്കത്തില്ല. ലോകത്തിന്റെ മോഹങ്ങളുടെ പുറകിൽ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ ദൈവത്തിനെയും അതിന്റെ പേരിൽ, അല്ലെ, അതിനുവേണ്ടി ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്വാഭാവികമായും. അതുകൊണ്ട് ഇന്ന് അവർ വിശ്വാസികളാന്ന് പറയുകയും ഈ ജീവന്റെ വഴിയിൽ ഓടാതിരിക്കുകയും അവരുടെ തന്നെ വഴിയിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പാപത്തിൽ നിന്നൊരു ഡെലിവറൻസ് സംഭവിക്കുന്നില്ല, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നും അവരവരുടെ പ്രശ്നങ്ങളിൽ മുഴുകിക്കൊണ്ടും അതിൽ വേദനിച്ചുകൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്താ? അവർ ഈ മരണത്തിന്റെ വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ജീവന്റെ വഴിയിൽ ഓടിയ പ്രശ്നങ്ങളുടെ പരിഹാരം കിട്ടുമെന്നുള്ള വാഗ്ദത്വമൊന്നുമില്ല. പക്ഷെ ദൈവത്തിലുള്ളൊരു സംതൃപ്തിയാണ് എല്ലാ സാറ്റിസ്ഫാക്ഷൻ. കാരണം അവന്റെ പ്രോമിസിലുള്ള സംതൃപ്തി കാണും, അവന്റെ ഹിതം നടക്കുന്നതിലുള്ള സാറ്റിസ്ഫാക്ഷൻ കാണും, പ്രത്യാശയിലുള്ള സമൃദ്ധി കാണും. എന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ മാറത്തില്ല എന്നുള്ളതല്ല, അതെല്ലാം ദൈവത്തിന്റെ ഹിതവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഹിതം നടക്കുന്നതിനകത്ത് എപ്പോഴും ഒരു കാണും, ഒരു സമാധാനം കാണും. ആ സമാധാനം അല്ലായിരുന്നോ കർത്താവിനുണ്ടായിരുന്നത്? അതേ സമാധാനമാണ് കർത്താവ് നമുക്ക് എന്നിട്ട് പോയത്. അതുകൊണ്ടാണ് എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു. എന്തായിരുന്നു കർത്താവിന്റെ സമാധാനം? പിതാവിന്റെ ഇഷ്ടം നടക്കുന്നു. അതെന്തുമായാലും പിതാവിന്റെ ഇഷ്ടം നടക്കുന്നു. അതുകൊണ്ട് അതിനകത്തൊരു സമാധാനം ഉണ്ടായിരുന്നു. അതേ സമാധാനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജീവന്റെ വഴിയിൽ ഓടുമ്പോഴേ നമുക്ക് എന്ത് കാണാൻ കഴിയത്തുള്ളൂ? ഈ സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയും നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും ഈ ആൾക്കാര് ജീവന്റെ വഴിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ഈ കർത്താവിലുള്ള സന്തോഷവും സമാധാനവും സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സും ഒന്നും അനുഭവിക്കാൻ കഴിയാത്തത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഈ ക്രിസ്തുവിലുള്ള ജീവിതത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവർക്ക് എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ നിന്ന് ഞെരുങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും അവരെ എങ്ങോട്ട് ബെൻഡ് ചെയ്യിക്കാനാണ്? ഈ ക്രിസ്തുവിന്റെ ജീവന്റെ വഴിയിലേക്ക് അവരെ ബെൻഡ് ചെയ്യിക്കാനാണ്, അവിടേക്ക് അവരെ ലീഡ് ചെയ്യിപ്പിക്കാനാണ് അവരെ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്വന്തം വഴിയിലേക്ക് തിരിയുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾ കുറെ പോകുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക്. നമ്മൾ പണ്ട് നമ്മുടെ മോഹങ്ങൾ അന്വേഷിച്ച് നടന്ന ആൾക്കാരല്ലായിരുന്നോ? അനുസരണം കേട്ടവർ. നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ വഴി അന്വേഷിച്ചിട്ടില്ല, നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ ഇതം അന്വേഷിച്ചിട്ടില്ല. നമ്മളുടെ ഇഷ്ടങ്ങളുടെ പുറകെ പോകുമ്പോൾ അതിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ അന്വേഷിച്ചത്. അപ്പോൾ ദൈവം ഈ പ്രശ്നങ്ങളിലേക്ക്
പ്രതികൂലങ്ങളിലേക്ക് നടുവിൽ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വന്നിട്ട്, മോനെ ഇതൊന്നും അല്ല നിനക്ക് വേണ്ടത്. ചിലർക്ക് പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്നു. പക്ഷെ അതോടൊപ്പം ദൈവം എന്ത് ചെയ്തു? ഒരു പുതുവഴി തുറന്നു തന്നു. ആത്മാവിനാൽ നമുക്ക് അകത്തെ കണ്ണ്, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നമ്മളെ ഒരു പുതുവഴി, ഒരു പുതിയ ലിവിങ് വേ നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? തുറന്നു തന്നു. ഇതാണ് വഴി, നീ ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്തു? കാണിച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ എന്ത് ചെയ്തു ദൈവം? സത്യം പറഞ്ഞാൽ നമ്മുടെ വില്ലിനെ ദൈവം തകർത്തുകൊണ്ടാണ് ഈ പുതുവഴിയിലേക്ക് ദൈവം നയിച്ചത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവം തന്നെ അനുവദിച്ചു, അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ മുന്നിൽ വരത്തില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ജഡത്തെ എന്ത് ചെയ്തു? ദൈവം ബെൻഡ് ചെയ്യിപ്പിച്ചു, സുവിശേഷം കേൾപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ അയച്ച് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് പുതുവഴി നമുക്ക് തുറന്നു തന്നു. ഇതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ഒരു 2 ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ 2 ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ മുകളിലത്തെ ലൈനാണ് ജീവന്റെ വഴി എന്ന് വെച്ചു, താഴത്തെ ലൈൻ എന്താണ്? നമ്മുടെ മരണത്തിന്റെ വഴി എന്ന് വെച്ചു. പലപ്പോഴും നമ്മൾ ഈ ജീവന്റെ വഴിയിൽ താഴോട്ട് വീഴും, മരണത്തിന്റെ വഴിയിലേക്ക് വീഴും. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ബെൻഡ് ചെയ്യിപ്പിച്ച് നമ്മളെ എന്ത് ചെയ്യും? ഈ ജീവന്റെ വഴിയിലേക്ക് എത്തിക്കും. ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ പുതിയ നിയമത്തില് പഴയ നിയമത്തിനേക്കാൾ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ജീവന്റെ വഴിയിൽ നടത്തിക്കണം എന്നും നമ്മളെ ദൈവത്തിന്റെ ഹിതം എന്താ? നമ്മളെ പറ്റിയുള്ള ദൈവഹിതം എന്താണ്? നമ്മളെ ക്രിസ്തുവിന് സദൃശന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ ഹിതം ചെയ്തെടുക്കുക എന്നുള്ളൊരു നിർബന്ധം ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മുടെ വില്ലിനെ ഒടിക്കുമ്പോൾ നമ്മളോട് പോലും ചോദിക്കുന്നില്ല. ദൈവം നമ്മളെ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ കിടന്ന് കരയാണ്, ദൈവമേ എനിക്ക് എന്റെ ഇഷ്ടം, മറ്റേ നമ്മുടെ പ്രശ്നങ്ങളുടെ മറ്റു പല കാര്യങ്ങളും നമ്മൾ കിടന്ന് കരയാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവം എന്നെ ബെൻഡ് ചെയ്യുകയാണ്, ദൈവം എന്നെ അവന്റെ വഴിയിലേക്ക് തിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. ദൈവം എന്ത് ചെയ്യാണ്? അവന്റെ വഴിയിലേക്ക് എന്നെ തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ സന്തോഷിക്കുന്നു, ദൈവത്തിന്റെ ഹിതം നടക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ഈ ബെൻഡിങ് പ്രോസസ് ആണ് പലപ്പോഴും നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിലും ഈ ബെൻഡിങ് പ്രോസസ് എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഞാൻ ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ എന്നെ റിബ്യൂക്ക് ചെയ്യണേ, നീ എന്നെ തകർക്കണേ, എന്റെ ജഡം എന്റെ ഇഷ്ടമാണ് അന്വേഷിക്കുന്നത്, നീ എന്നെ എന്റെ ഇഷ്ടത്തിൽ നിന്ന് രക്ഷിച്ച് നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ ലീഡ് ചെയ്യണേ, എന്നെ നിന്റെ വഴികളിലുള്ള മനോഹരത്വം എന്നെ കാണിച്ചു തരണേ, എന്നെ അട്രാക്ട് ചെയ്യിപ്പിക്കണേ നിന്റെ വഴിയിലേക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ അവന്റെ വഴിയിലുള്ള മനോഹരത്വം നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നില്ല. നമുക്ക് നമ്മുടെ വഴികൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അതുകൊണ്ട് ദൈവത്തിന്റെ വഴികളുടെ മനോഹരത്വം എനിക്ക് കാണിച്ചു തരണേ എന്നുള്ളൊരു പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ജീവന്റെ വഴിയിൽ ജീവിക്കുന്നത്? അതിനു മുമ്പ് സദൃശ്യവാക്യങ്ങൾ അതിന്റെ 19-ാം അധ്യായം 21-ാമത്തെ വാക്യം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ദൈവം എന്ത് ചെയ്യും? ചെയ്തെടുക്കും. നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അപ്പുറം ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ ദൈവം നയിക്കും. എങ്ങനെയാണ് ഇത് ദൈവം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ആത്മാവിന്റെ ജീവിതം ജീവിക്കുന്നതെന്നൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ജീവന്റെ വഴിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൂടെ പെട്ടെന്ന് ഒരു ഗൈഡ് ലൈൻ പോലെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അത് പെട്ടെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ സമയമില്ല, എങ്കിലും പെട്ടെന്ന് പറയാം. എങ്ങനെയാണ് നമ്മൾ ഈ ജീവന്റെ വഴിയിൽ ജീവിക്കുന്നത്? അതിന് നമുക്ക് ആദ്യം ദൈവം തന്നിരിക്കുന്നത് ഒരു ഉപദേശമാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആത്മാവിനാലും ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയാലും ഉപദേശത്താലുമാണ് നമ്മൾ കറക്റ്റ് ചെയ്യപ്പെട്ട് ഈ ജീവന്റെ വഴിയിലേക്ക് നമ്മൾ എത്തുന്നത്. നമുക്ക് അതിനൊരു വാക്യം വായിക്കാം. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 12 മുതലുള്ള വാക്യം. അപ്പൊ ജഡത്തിനെ അനുസരിച്ചുള്ള ജീവിതം ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ജീവന്റെ ആ വഴിയിലായിരിക്കും, ആ ജീവന് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആത്മാവിന്റെ ചിന്തയാൽ ജഡത്തിന്റെ ചിന്തകളെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം എന്നുള്ളതാണ്. ആത്മാവിന്റെ ചിന്തയാൽ ജഡത്തിന്റെ വഴികളിൽ നിന്ന് മാറിപ്പോകണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ജഡത്തിന്റെ ചിന്തയൊക്കെ മനസ്സിലാവും? നമുക്ക് എല്ലാവർക്കും ദൈവം പരിജ്ഞാനം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ജഡത്തിന്റെ ചിന്തയെന്നും എന്താണ് ആത്മാവിന്റെ ചിന്തയെന്നും. ആത്മാവിന്റെ ചിന്ത എന്തെന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നുണ്ട്, ഉപദേശം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു പരിജ്ഞാനമായി നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. അപ്പോൾ ദൈവിക പരിജ്ഞാനം നമ്മളെ എന്താണ് ചെയ്യുന്നത്? ഈ ആത്മാവിന്റെ ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മളുടെ പരിജ്ഞാനമോ നമ്മളുടെ ഇഷ്ടമോ നമ്മളുടെ ജ്ഞാനം
നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവിന്റെ പരിജ്ഞാനം എന്താണ് നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത്? കൊലോസി ലേഖനം 3-ാം അധ്യായം അത് ഒരു വ്യക്തമായ അതൊരു പരിജ്ഞാനമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊലോസി ലേഖനം 3-ാം അധ്യായം 1-നുള്ള വാക്യം അതൊരു പ്രാക്ടിക്കൽ ലൈഫിൽ അത് എങ്ങനെ നമ്മൾ ആപ്ലിക്കബിൾ ആക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആകയാൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പോൾ ഇവിടെ പറയാം സെറ്റ് യുവർ മൈൻഡ് എബോവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഉയരത്തിൽ നിങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കേന്ദ്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ ഉയരത്തിലുള്ളത് ചിന്തിച്ച് നമ്മളുടെ ജീവിതമല്ല, ഉയരത്തിൽ ക്രിസ്തു പിതാവിന്റെ വലതുവശത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഉയരത്തിലുള്ള ചിന്തിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലിവിങ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരത്തിലുള്ള ചിന്തയാണ്. ഉയരത്തിലുള്ള ചിന്തയാണ് ഈ ലിവിങ് വേയുടെ പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിൽ എന്തുണ്ട്? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. എങ്ങനെയാണ് ഭൂമിയുള്ള അവയവങ്ങൾ മരിപ്പിക്കുന്നത്? നമ്മൾ ഉയരത്തിലുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉയരത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ഭൂമിയിലുള്ള അവയവങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ കൈയും കാലും കണ്ണും ഒക്കെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാനും വേണ്ടിയാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഉയരത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. എനിക്ക് എന്റെ ജീവിതം വേണ്ട, എനിക്ക് കർത്താവിന്റെ ജീവിതം മതി എന്ന് ഞാൻ ഉയരത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ എന്റെ ഈ ആഗ്രഹങ്ങളും മോഹങ്ങളും എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ജഡം നിഷ്ക്രിയമാകുകയും എൻ്റെ ജഡം മരണതുല്യമായി മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്. ഇങ്ങനെ മരിപ്പിക്കുന്നുവെങ്കിൽ എന്താണ്? നിങ്ങൾ ജീവിക്കും എന്നല്ലേ പറയുന്നത് വചനം. അപ്പോൾ ആത്മാവിനാൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജഡത്തിന്റെ പ്രവൃത്തികളെ പരിജ്ഞാനത്തിൽ മരിപ്പിക്കുന്നത്. ഞാൻ ആ വാക്ക് ശ്രദ്ധിക്കണം, പരിജ്ഞാനത്തിൽ മരിപ്പിക്കുന്നത് എന്നാണ് ഞാനിവിടെ പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് പരിജ്ഞാനം കൊണ്ട് നമ്മളെ മരിപ്പിക്കാൻ കഴിയാത്തൊരു തലത്തിൽ നമ്മുടെ ജഡം ഭയങ്കര മുറ്റിയിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു വിഭാഗം കാര്യങ്ങളിലൊന്നും ഈ പരിജ്ഞാനം നമ്മളെ വർക്ക് ചെയ്യാതെ വരും. നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്, പക്ഷെ ജഡം ഭയങ്കര ബലഹീനമാണ്. അത് ഈ മരണകരമായ ജീവിതത്തിലേക്കാണ് എന്നെ എന്ത് ചെയ്യുന്നത്? വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ചെയ്യാം. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് അവനിൽ ആശ്രയിക്കാം. കർത്താവെ, ഞാൻ എന്റെ ജീവിതമാണ് അന്വേഷിക്കുന്നത്. കർത്താവെ, നിന്റെ വഴിയിലേക്ക് എന്നെ സ്ട്രെച്ച് ചെയ്യണേ, എന്നെ വലിച്ചോണ്ട് പോകണേ, എന്നെ ബെൻഡ് ചെയ്യിക്കണേ എന്ന് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം, നമുക്ക് അപേക്ഷിക്കാം. അപ്പൊ കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? എന്റെ മർത്യ ശരീരങ്ങളെ, എന്റെ ജ്ഞാനത്തെ തകർത്തുകൊണ്ട് അവന്റെ ജ്ഞാനം മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന തലത്തിലേക്ക് ദൈവം എന്നെ ആ സ്പിരിച്വൽ പവർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആത്മാവിന്റെ ശക്തി അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മേൽ ഉള്ള വാഗ്ദത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന ശക്തി, ആ ശക്തിയുടെ വാഗ്ദത്വം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. അത് ഒരു ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി മാറ്റുവാനുള്ള ദൈവശക്തി എന്ന വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു യേശുവിനാൽ നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ത്രൂ ഫെയ്ത്തിനാലാണ് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രോവബ്സ് അതിന്റെ ഈ സദൃശവാക്യങ്ങൾ 14 അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 14 ഞാൻ വായിക്കാം. തന്റെ നടപ്പിൽ എന്ത് ചെയ്യും? മടിപ്പ് വരും. വിശ്വാസത്യാഗമുള്ളവൻ. പലപ്പോഴും എന്താ ക്രിസ്തുവിനെ ആസ്വദിക്കാൻ കഴിയാത്തത്? ബാക്ക് സ്ലൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പിന്മാറുക, പിന്മാറ്റം. നമ്മൾ വിചാരിക്കും നമ്മൾ ആരാധന കൂടുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു ഫെയ്ത്തിലുള്ള ഓട്ടമില്ല, ആ പ്രത്യാശയില്ല, ആ പ്രത്യാശയിലുള്ള സംതൃപ്തിയില്ല, ആ പ്രത്യാശയിലുള്ള ഓട്ടമില്ല, വിശ്വാസമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മടുപ്പ് വരുന്നു, ഓട്ടം മടുക്കുന്നു, പിന്നെയും പ്രശ്നങ്ങളിൽ വലയുന്നു. എന്താ ദൈവമേ ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത്? എന്താ ദൈവമേ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ ആവുന്നത്? എനിക്കൊരു സമാധാനമില്ലല്ലോ. എന്താണ് ഇങ്ങനെ? വിശ്വാസത്തിലല്ല, വിശ്വാസത്തിന്റെ ആ ഓട്ടത്തിൽ ആ ജീവന്റെ വഴിയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്, ലിവിങ് വേയിലേക്കാണ്. ആ ലിവിങ് വേയിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തുണ്ട്? സംതൃപ്തിയുണ്ട്, ജീവനുണ്ട്, ജീവൻ അനുഭവിക്കാൻ കഴിയും. അസംതൃപ്തി ഇല്ല അവിടെ. മോശയും ജനങ്ങളെയും തമ്മിൽ നമുക്ക് ഇസ്രായേൽ ജനങ്ങളെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ.
മോശ ഈ ലിവിങ് വേയിലായിരുന്നു. ജനങ്ങള് അവർ മടുത്തു, അവർ പലപ്പോഴും പിറുപിറുത്തു, ദൈവത്തോടും മോശയോടും പിറുപിറുത്തു. അവർക്ക് ദൈവത്തോട് വിശ്വാസമില്ലായിരുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അവരുടെ വിശ്വാസത്താൽ പരീക്ഷിക്കപ്പെട്ടവർ മരുഭൂമി പെട്ടുപോയി. അപ്പൊ പലപ്പോഴും നമുക്ക് ഇതെന്താ സംഭവിക്കുന്നത്? നമ്മളും ദൈവത്തിൽ ആ വിശ്വാസത്താൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മടുത്തു പോകുന്നു, മടുക്കുന്നു, മതി, അവസാനിപ്പിക്കാം എന്നൊക്കെ പലപ്പോഴും തോന്നുന്നു. അതെന്താണ് കാരണം? ഈ ലിവിങ് വേയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കണക്കുന്നത്. അപ്പൊ ഈ ജീവന്റെ വഴിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അൺസർട്ടനിറ്റി ആയിരിക്കും. മുന്നിലോട്ടുള്ള ലോകപരമായ ഒരു പ്ലാനും കാണത്തില്ല മുന്നിൽ. ആത്മാവ് നടത്തുന്ന ഒരു വഴിയായിരിക്കും. അതാണ് ഈ ഫെയ്ത്തിനാലുള്ള ഓട്ടത്തിന്റെ ഒരു പ്രത്യേകത. അവിടെ ഫുള്ള് ഫെയ്ത്താ വർക്ക് ചെയ്യുന്നത്. കാഴ്ചയാൽ ഒന്നും കാണാൻ കഴിയത്തില്ല. മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല, മക്കൾക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല, ജീവിക്കാനൊന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ മൊത്തം അൺസർട്ടനിറ്റി ആയിരിക്കും. പക്ഷേ ആ ലിവിങ് വേയുടെ പ്രത്യേകത അതാണ്. അവിടെ ദൈവത്തിന്റെ നടത്തിപ്പാണ്. അത് ഇന്നെന്നുള്ളൊരു ദിവസത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നാളെ എന്നുള്ളത് ദൈവത്തിലാണ് ഇരിക്കുന്നത്. അവിടെയാണ് ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഫെയ്ത്ത് അല്ല. നാളത്തെയും മറ്റന്നാളത്തെയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുള്ള ജീവിതമാണെങ്കിൽ അവിടെ ഫെയ്ത്ത് ലൈഫ് അല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത് ഇങ്ങനൊരു നടത്തിപ്പ് വരുമ്പോഴാണ്, ആത്മാവിനാലുള്ള നടത്തിപ്പ് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ചവരൊക്കെ കാറ്റിനാൽ സ്വാധീനിക്കപ്പെടുന്നവരാണ്. അവരെ അല്ലെ, കാറ്റ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അറിയുന്നില്ല. വീണ്ടും ജനിച്ചവരൊക്കെ അങ്ങനെ ആകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിനാലുള്ളൊരു ജീവിതമാണ് ഈ ലിവിങ് വേയിലുള്ളത്. അത് നാളത്തെ എന്നുള്ളൊരു പ്രോസസ് ഇല്ല. പക്ഷെ നിത്യമായ കാര്യങ്ങളിലുള്ളൊരു വ്യക്തത നമുക്കുണ്ട്. നമ്മൾ ഇന്ന് മരിച്ച ക്രിസ്തുവിനോട് കൂടാന്ന് നമുക്കറിയാം. നിത്യതയിൽ ചേർക്കപ്പെടുമെന്നറിയാം. കർത്താവിന്റെ കൂടെ ഉണ്ടെന്നറിയാം. കർത്താവിന്റെ കൂടെ ഉണ്ട്, എന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ലെന്ന് അറിയാം. അതിനകത്തൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരിക്കും. ഭൗതിക കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്? നമ്മൾ ഈ ആത്മീയ ജീവിതമാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ലിവിങ് വേയുടെ ആ ഒരു പ്രത്യേകത അതാണ്. ഓക്കെ, അപ്പോൾ ഈ ജീവന്റെ വഴിയിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. ഈ ജീവന്റെ വഴിയിൽ പലപ്പോഴും ജീവിക്കാൻ കഴിയാത്തതാണ് നമുക്ക് പലപ്പോഴും അസംതൃപ്തി ഉണ്ടാകുന്നതും നമ്മളെ വേദനിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നതാണ്? ഈ ജീവന്റെ വഴിയിലേക്ക് ബെൻഡ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദൈവമേ, എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ ജീവന്റെ വഴിയിൽ ഓടുവാൻ, അങ്ങയുടെ ഓട്ടം. അപ്പൊ നമ്മുടെ മുന്നിൽ എന്തുണ്ട്? ഒരു ഓട്ടമുണ്ട്, ഒരു റേസ് ഉണ്ട്, ഒരു ട്രാക്ക് ഉണ്ട്. പൗലോസ് ഓടിയ ആ അതേ ട്രാക്കാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരു ട്രാക്ക് ഉണ്ട്. അത് ഈ ലിവിങ് വേ ആണ്. അതിന്റെ എൻഡ് എന്താണ്? നിത്യജീവനാണ്. അതിന്റെ തുടക്കമാരായിരുന്നു? ക്രിസ്തുവായിരുന്നു. അതിൽ നമ്മളെ ഓടാൻ സഹായിക്കുന്ന ആരാണ്? ക്രിസ്തുവാണ്. ഈ ഓട്ടത്തിൽ നമ്മുടെ ഫ്യൂവൽ എന്താണ്? ക്രിസ്തുവിന്റെ ധനമാണ്. ആ ഫ്യൂവൽ എവിടെ ഇരിക്കുന്നു? ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നു. വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ആക്സസ് ചെയ്യുന്നു. നമ്മൾ ഓരോ ദിവസവും അവന്റെ ഇഷ്ടമാണ് അന്വേഷിക്കുന്നത്. അവന്റെ ഇഷ്ടം അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ വഴിയുടെ പ്രത്യേകത, റൂള്. അതാണ് ഇതിന്റെ ലോ. അപ്പോൾ ആത്മാവിന്റെ ലോയാണ്. ആത്മാവിന്റെ ലോ എന്താണ്? അവന്റെ ഇഷ്ടം അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ നന്മകളുടെ ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ലോയിലല്ല നമ്മൾ ഈ ഒരു ട്രാക്കിൽ ഓടുന്നത്. ആത്മാവിന്റെ ഇഷ്ടത്താലാണ്. ഇവിടെ നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം ക്രിസ്തുവിലുള്ള സമാധാനവും സന്തോഷവും ഉള്ളു. അതാണ് നിങ്ങളെ നമ്മളെ എല്ലാവരെയും കർത്താവിൽ കൂടുതൽ വളർത്തുന്നത്, ക്രിസ്തുവിൽ സമ്പന്നരാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓടുന്നവർക്കേ ക്രിസ്തുവിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തവരെല്ലാം ഈ മരണത്തിന്റെ വഴിയിലായിരിക്കുന്നു. പിശാചി നമ്മളെ ഇപ്പോഴും ഈ മരണത്തിന്റെ വഴിയിലേക്ക് ടെംപ്റ്റ് ചെയ്യിക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ ഭയങ്കര മനോഹരമാക്കി കാണിക്കുന്നു. നമ്മളുടെ ആഗ്രഹങ്ങളാണ് ഭയങ്കര മനോഹരമായി എപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും പറയുന്നത്, നമ്മൾ ഭയങ്കരമായി മനോഹരത്വം കാണുന്നത് ഭൗതികമായ കാര്യങ്ങളിലാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്തായിരിക്കണം? ആത്മീയമായ കാര്യങ്ങളിലുള്ള മനോഹരത്വം, ബ്യൂട്ടി, അതിന്റെ ചീർച്ച അല്ലെങ്കിൽ അതിന്റെ നശിച്ചു പോകാത്ത അതിന്റെ ഗ്ലോറി, അതെന്നെ ഓരോ ദിവസവും കാണിപ്പിക്കണമേ. എന്നെ നീ വലിച്ചോണ്ട് ആ ഗ്ലോറി അട്രാക്ട് ചെയ്യിപ്പിക്കണമേ. ക്രൂശിന്റെ മനോഹരത്വം എന്നെ കാണിപ്പിക്കണമേ. അതിന്റെ മനോഹരത്വം, അതിന്റെ ഗ്ലോറി എന്നെ കാണിപ്പിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ മനോഹരത്വത്താൽ നിയന്ത്രിക്കപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഭൗതികമായ കാഴ്ചകൾ കാണുന്നത് എങ്ങനെയാണ്? ലൈറ്റിന്റെ അല്ലെ, ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭൗതികമായ കാഴ്ചകൾ കാണാൻ കഴിയത്തുള്ളൂ, അല്ലെ? വെളിച്ചം നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴല്ലേ നമ്മൾ ഭൗതികമായി കാണുന്നത്. ഇതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങൾ കാണണമെങ്കിൽ നമുക്കൊരു വെളിച്ചം വേണം. ആ വെളിച്ചമാണ് എന്ത്? കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എല്ലാ മനുഷ്യരുടെയും ആന്തരികമായ ആത്മീയമായ കുരുട് തുറക്കുന്ന ലോകത്തിന്റെ വെളിച്ചം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ വെളിച്ചത്താൽ ആന്തരികമായ കാഴ്ചകളാൽ അട്രാക്റ്റഡ് ആയി നമ്മൾ ഈ ഓട്ടം ഓടുവാൻ ജീവന്റെ ലിവിങ് വേയിൽ തന്നെ ആയിരിക്കും. ദൈവം സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ ഈ ലിവിങ് വേയിൽ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് എപ്പോഴും ജീവൻ അനുഭവിക്കാൻ കഴിയും. നമ്മൾ ജീവനുള്ള കല്ലുകളായി ഈ നശിച്ച ലോകത്തിൽ, ഈ മരണം മാത്രം വമിക്കുന്ന ലോകത്തിൽ
സന്തോഷമായി ക്രിസ്തുവിൽ ജീവനുള്ളവരായി ജീവിക്കുന്നവരായി ദൈവം നമ്മളെ മാറ്റുവാൻ ഇടയാക്കട്ടെ. ഞാനും ഭയങ്കര ബലഹീനനാണ്. നിങ്ങളൊക്കെ എന്നേക്കാൾ എത്രയോ ബെറ്ററാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്കിലും എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ മേലൊരു കൃപ, ഒരു കോളിംഗ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ഈ ജീവന്റെ വഴിയിൽ ഓടുവാൻ തത്രപ്പാടിലാണ് എല്ലാവരെയും പോലെ ഞാനും. ദൈവം എന്നെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളും എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.